യേശുവിനോട് കൂടെ 3 നാളായി പാർക്കുന്ന ജനത്തിന്റെ തളർച്ച യേശു കണ്ടു. ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നും ഇല്ലായ്കകൊണ്ട് എനിക്ക് അവരോട് അലിവ് തോന്നുന്നു. ഞാൻ അവരെ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ വച്ച് തളർന്നു പോകും എന്ന് മർക്കോസ് സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 2-3 വചനങ്ങൾ നാം വായിക്കുന്നു. തളർന്നു പോകുന്നവരെ താങ്ങുന്നവനാണ് യേശു. ബെർശേബ മരുഭൂമിയിൽ തളർന്നുപോയ ഹാഗാറിനെയും കുഞ്ഞിനെയും ദൈവം കണ്ട് അവരെ താങ്ങി. ഒരു നീരുറവയെ ദൈവം അവൾക്കായി തുറന്നു കൊടുത്തു. മോശയുടെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച ജനക്കൂട്ടം മിസ്രൈമിലെ സന്തോഷത്തെക്കുറിച്ച് ചിന്തിച്ചു. അവർ ഉള്ളതിനെ മറന്ന് കനാനിലേക്കുള്ള യാത്രയിൽ സന്തോഷമോ സ്വസ്ഥതയോ നൽകാതെ മോശെ എപ്പോഴും ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ മോശ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു: നീ അടിയനെ വലച്ചത് എന്ത്? നിനക്ക് എന്നോട് കൃപ തോന്നാതെ ഈ സർവ്വജനത്തിന്റെയും ഭാരം എൻ്റെ മേൽ വച്ചത് എന്ത് എന്ന് സംഖ്യാപുസ്തകം 11-11 നാം വായിക്കുന്നു. മോശ തളർന്നുപോയ വേദഭാഗമാണിത്. ആ സമയം മോശയുടെ തളർച്ച മാറ്റുവാൻ ദൈവം വേറെ 7 പേരെ വിളിച്ചു വരുത്തി തൻ്റെ ആത്മാവിനെ നൽകി കൈത്താങ്ങായി മോശയെ ബലപ്പെടുത്തി. മോശ തളർന്നുപോയ ഒരു വേദഭാഗമാണിത്. ആ സമയം മോശയുടെ തളർച്ച മാറ്റുവാൻ ദൈവം വേറെ 70 പേരെ വിളിച്ചു വരുത്തി തൻ്റെ ആത്മാവിനെ നൽകി കൈത്താങ്ങായി മോശയെ ബലപ്പെടുത്തി. തളർന്നു പോകുന്ന അവസ്ഥ ദാവീദിന് പലപ്പോഴും ഉണ്ടായിരുന്നു. ശൗൽ ദാവീദിനെ കൊല്ലുവാൻ അവസരം നോക്കി നടന്നു. തളർച്ചയിൽ താങ്ങുന്ന ദൈവത്തെക്കുറിച്ച് ദാവീദ് പാടിയ മനോഹരമായ ഗാനമാണ് 34-ാം സങ്കീർത്തനം. തകർച്ചകളിലും തളർച്ചകളിലും ദാവീദ് യഹോവയിൽ ആശ്രയിച്ചു. നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു. എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വയ്ക്കണമേ. അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു. ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു എന്ന് 56-ാം സങ്കീർത്തനം 8-9 വചനങ്ങൾ നാം വായിക്കുന്നു. ഏലിയാവിൻ്റെ ജീവിതത്തിലും ഭയപ്പാടിൻ്റെയും തളർച്ചയുടെയും സന്ദർഭങ്ങൾ വന്നു. ഏലിയാവ് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്നു മരിപ്പാൻ ഇച്ഛിച്ചു പറഞ്ഞു: ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് 1 രാജാക്കന്മാരുടെ പുസ്തകം 19-4 നാം വായിക്കുന്നു. തലേ ദിവസം കർമ്മേൽ കൊടുമുടിയിൽ വിജയശ്രീലാളിതനായി ആകാശത്തു നിന്ന് തീ ഇറക്കിയപ്പോൾ ഉണ്ടായിരുന്ന ധൈര്യവും വീര്യവും എല്ലാം തളർച്ചയ്ക്ക് വഴിമാറി കൊടുത്തു. ആ തളർച്ചയിൽ ദൈവം തൻ്റെ ദൂതനെ അയച്ച് ചൂടടയും വെള്ളവും കൊടുത്ത് ഏലിയാവിനെ ശക്തീകരിച്ചു. ദൈവം അവനെ പുതിയ ശുശ്രൂഷ ഭരമേൽപ്പിച്ചു. ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ നാം എന്ത് ചെയ്യണം? 1. നോക്കുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നാം നോക്കണം. തൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു എന്ന് എബ്രായലേഖനം 12-2 നാം വായിക്കുന്നു. നാം ഒരു ഓട്ടക്കളത്തിലാണ്. നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം പൂർത്തീകരിക്കണമെങ്കിൽ യേശു കർത്താവിനെ അല്ലാതെ വേറെ ആരെയും നോക്കരുത്. 2. ധ്യാനിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുകയും. എബ്രായലേഖനം 12-3. 3. നിവർക്കുക. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവീൻ എന്ന് എബ്രായലേഖനം 12-12 നാം വായിക്കുന്നു. തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിശ്ചയദാർഢ്യത്തോടെ നിവർത്തുക. വിശ്രമിക്കാം എന്ന് കരുതരുത്. അവസരം ആരെയും കാത്തു നിൽക്കുകയില്ല. തളർന്നിരുന്നാൽ പിന്നെ ഉയരാൻ കഴിയുകയില്ല എന്ന് വരാം. നാം ദൈവത്തിൽ ആശ്രയിച്ച് നമ്മെ തന്നെ ഒരുക്കുമ്പോൾ ദൈവം നമ്മെ സകലത്തിനും പ്രാപ്തരാക്കും. 4. നിരത്തുക. മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന്
നിങ്ങളുടെ കാലിന് പാത നിരത്തുവീൻ എന്ന് എബ്രായ ലേഖനം 12:13 നാം വായിക്കുന്നു. നടക്കുന്ന പാത നേരെയായിരിക്കണം. അതായത് നീതിയും ന്യായവും ഉള്ള വഴികൾ തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പരിക്ക് പറ്റി വഴിയിൽ വച്ച് ഓട്ടം അവസാനിപ്പിക്കേണ്ടി വരും. ശുദ്ധീകരണം പ്രാപിക്കുക. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. എബ്രായ ലേഖനം 12:14. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. നമ്മുടെ ജീവിതത്തിൽ കയ്പിന്റെ അംശം എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ച് അതിനെ നീക്കിക്കളയണം. എങ്കിലേ ക്ഷീണിച്ചു പോകാതെ ഓടുവാൻ സാധ്യമാകൂ. നമ്മുടെ മുമ്പിലുള്ള വഴി സുദീർഘമാണ്. യാത്രയിൽ പല അപകടങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്. വഴിയിൽ വച്ച് തളർന്നു പോകുക സ്വാഭാവികം മാത്രമാണ്. എങ്കിലും തക്ക സമയത്ത് പുതിയ ഉറവകളും കൂട്ടായ്മയും ബലവും ധൈര്യവും തന്ന് നമ്മുടെ തളർച്ച മാറ്റുവാൻ യേശു സദാ ജാഗരൂകനായി വർത്തിക്കുന്നു. ജീവിതത്തിൽ ക്ഷീണിച്ചു മടുത്തു പോകാതിരിക്കാൻ ആ യേശുവിനെ തന്നെ നോക്കാം, ബലപ്പെടാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.